തീർച്ചയായും അത് കൂടുതൽ കോൺഗ്രസ് പ്രവർത്തക നേതാക്കളും ഇങ്ങോട്ട് എത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ ഒരു നടപടി, ഈ പറഞ്ഞ പ്രധാന കവാടം അടച്ചുകൊണ്ട് ഇപ്പോൾ ഒരു തീരുമാനം എന്താണെങ്കിലും ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സൽമാൻ ഖുർഷിദാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഗേറ്റ് പുറത്ത് അദ്ദേഹം നിൽക്കുക, അദ്ദേഹത്തിന് അകത്തേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ പോലീസ് അദ്ദേഹത്തെ അകത്തേക്ക് കടത്തിവിടുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നിയമവിദഗ്ധനും കോൺഗ്രസിന്റെ നിയമകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മനു അഭിഷേക് സിംഗിനൊപ്പമുള്ള ലീഗൽ ടീമിലെ പ്രധാനിയുമാണ് സൽമാൻ ഖുർഷിദ്. സൽമാൻ ഖുർഷിദ് ആണെങ്കിലും അകത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായി ഇതൊരു നിയമവശമടക്കം പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും ഒരുപക്ഷെ ഇങ്ങോട്ട് കടക്കുക, ഇങ്ങോട്ട് വരിക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ കൂടുതൽ ഈ കാര്യത്തിൽ കൂടുതൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായിരിക്കും ഇപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ നേതാക്കൾ എത്തുന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ എംപിമാരും അതോടൊപ്പം പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തിക്കൊണ്ട് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഈ നേതാക്കളൊക്കെ എത്തിക്കൊണ്ട് ഇവിടെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയാണെങ്കിൽ കൂടുതൽ പ്രതിഷേധം ആളിക്കെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും, കൂടുതൽ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യം ഉണ്ടാകും. എന്താണെങ്കിലും കോൺഗ്രസിന്റെ നേതാക്കൾ ഇപ്പോൾ അകത്തേക്ക്, നിലവിൽ സൽമാൻ ഖുർഷിദ് അകത്തേക്ക് വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്, അതിനുശേഷം അകത്തേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സൽമാൻ ഖുർഷിദ് കൂടി ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്കൊപ്പം സമരത്തിന്റെ ഭാഗമായി അവിടെ കുത്തിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം അകത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ട് നമുക്ക് അദ്ദേഹത്തോട് പ്രതികരണം ചേരാവുന്നതാണ്. എന്താണ് ഇപ്പോൾ ഒരു സാഹചര്യം, എന്താണിപ്പോൾ അദ്ദേഹം ഇക്കാര്യം പറയുന്നതെന്ന്, ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാടെന്ന കാര്യം നമുക്ക് തേടാവുന്നതാണ്. അദ്ദേഹം അല്പസമയത്ത് നിലവിൽ ഈ പോലീസിന്റെ ഒരു നിയന്ത്രണം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ അകത്തേക്ക് കടക്കാൻ അല്പം ബുദ്ധിമുട്ട് ഇപ്പോൾ ഉള്ളത്. മധു, എന്താണെങ്കിൽ അകത്തേക്ക് സൽമാൻ ഖുർഷിദ് എത്തുമ്പോൾ നമുക്ക് ചോദിക്കാവുന്നതാണ്. സൽമാൻ ഖുർഷിദ് മാധ്യമങ്ങളെ കാണുകയാണ്. देखिए, हम लोग सब इसीलिए यहाँ पर हैं. हमारा पूरा सपोर्ट राहुल गांधी जी को है, क्योंकि वो एक बहुत एक दूरगामी एक संघर्ष कर रहे हैं. इस देश के लोगों का, नौजवानों का जो अधिकार है उसको साबित करने के लिए, उसको स्थापित करने के लिए वो यहाँ आए हैं. हम पूरे समर्थन में उनके साथ हैं इस बात में. इंग्लिश there is anguish, there is anger, and there is an aspiration. Aspiration is that the FIR should be registered. It's the duty of the police to register an FIR, and it is the right of an individual to get an FIR. क्राइम ब्रांच में तो लगातार जांच चल रही है इस मामले में. क्या जब तक FIR ഇട്ടേ മതിയാകൂ എന്നാണ് സൽമാൻ ഖുർഷിദ് വ്യക്തമാക്കിയത്. കാരണം പരാതി ഉണ്ടെങ്കിൽ FIR ഇടണം എന്നാണ് പോലീസിന്റെ നിലപാട്. आदेश को हम लोग फॉलो करेंगे. मैं अलग से यहाँ पर अब कोई बात आपसे कहूँ वो उचित नहीं होगा. हम उनके समर्थन में यहाँ आए हैं. जो वो चाहेंगे और जैसा वो आदेश देंगे वैसे ही हम. क्योंकि राहुल जी പോലീസുമായി സംസാരിക്കും എന്നാണ് ഇപ്പോൾ സൽമാൻ ഖുർഷിദ് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം പരാതി ഉണ്ടെങ്കിൽ സ്വാഭാവികമായും FIR ഇടേണ്ട സാഹചര്യമുണ്ട്. राहुल जी आसानी से किसी बात को मानते नहीं. जब वो कन्विंस हो जाते हैं कि कोई बात सही है तो उस सही बात पर वो अडिग रहते हैं. और यही हम लोग सब मानते हैं कि उनमें एक विशेषता है जो और नेताओं में नहीं होती. उस विशेषता के संबंध में उस विशेषता को सपोर्ट करने के लिए समर्थन में हम എന്താണെങ്കിലും കൂടുതൽ നേതാക്കൾ ഇങ്ങോട്ട് എത്തുകയാണ്. മാധു, കൂടുതൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ നേതാക്കളും എത്തുകയാണെങ്കിൽ സ്വാഭാവികമായും വലിയ പ്രതിഷേധമായി ഇത് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സൽമാൻ ഖുർഷിദ് പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കും എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷമായിരിക്കും ഇതിൽ ബാക്കി എന്തെങ്കിലും നടപടിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾക്ക് മാത്രമാണ് ഇപ്പോൾ ഈ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവേശനം നൽകുന്നുള്ളൂ. ബാക്കി പ്രവർത്തകരടക്കമുള്ള ആളുകളെ പുറത്ത് പോലീസ് രാഹുൽ ഗാന്ധി ഇപ്പോഴും അവിടെ സാഹിലിനൊപ്പം കുത്തിയിരിക്കുകയാണ്. സാഹിലിന്റെ മാതാവും അഭിഭാഷകയും അവിടെ ഉണ്ട്. FIR രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അവിടെ നിന്ന് സമരം അവസാനിപ്പിച്ച് പിൻവാങ്ങുകയുള്ളൂ എന്നതാണ് രാഹുലിന്റെ നിലപാട്.